ശനിയാഴ്ച രാവിലെ സ്കൂൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ മംഗലാപുരം എയർപോർട്ടിലേക്ക് പോയി. ഒരാളെ കൊണ്ടുവിടാനുണ്ടായിരുന്നു കേട്ടോ. മംഗലാപുരം എയർപോർട്ടിലൊക്കെ അയാളെ വിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് മംഗലാപുരം സിറ്റി മാർക്കറ്റിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ മംഗലാപുരം സിറ്റി മാർക്കറ്റിലേക്ക് കുറച്ച് കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പോകുമ്പം ചിലയിടങ്ങളിൽ മഴ കിട്ടിയതല്ലാണ്ട് മംഗലാപുരം ഭാഗത്തൊന്നും അധികം മഴയുണ്ടായിട്ടില്ല. അങ്ങനെ അധികം താമസിക്കാണ്ട് മംഗലാപുരം സിറ്റി മാർക്കറ്റിലെത്തി. മംഗലാപുരം സിറ്റി മാർക്കറ്റ് പഴയതിൽ എത്രയോ മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. കച്ചവടത്തിനായിട്ടുള്ളതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മംഗലാപുരത്തേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഫ്രൂട്ട്സ് മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഫ്രൂട്ട്സിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ ഇവിടെ ഈടാക്കുന്നുള്ളൂ. ഫ്രൂട്ട്സ് എല്ലാം ചെറിയ പൈസക്കാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാനെല്ലാം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്ന് ഒരു 4 റക്അത്ത് നിസ്കരിച്ച് വീണ്ടും താഴേക്ക്. ഇതാണ് ശ്രീകൃഷ്ണ വെൽപുരി ഹൗസ്. അവിടെ നല്ല ചൂട് പൂരി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പൂരി എന്ന് പറഞ്ഞാൽ ചെറിയ പൂരി ഒന്നുമല്ല കേട്ടോ, നല്ല ഒരു 1.5 പൂരി. അങ്ങനെ ഓരോന്ന് വീതം ഓർഡറാക്കി നമ്മളവിടെ ഇരുന്ന്. ഞാൻ വെയിറ്റ് ഇട്ടിട്ട് പറഞ്ഞ് എനക്ക് വേണ്ട, ഞാൻ എണ്ണയിലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല, കുറച്ചിട്ടാണ് ഉള്ളത്. ചെങ്ങായി പൂരി ഉണ്ടാക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. വെറും 10 സെക്കൻഡ് കൊണ്ട് പൂരി റെഡി. ഇതിൻ്റെ കൂടെ കറിയായിട്ട് തരുന്നത് കുറച്ച് ചനാ മസാലയും അച്ചാറും അതേപോലെ തന്നെ സവാളയാണ് കേട്ടോ. ചെങ്ങായി ഇവിടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ആൾ വന്ന് ഇത് കഴിച്ചുകൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡറാക്കിയ പൂരി നമ്മുടെ മുമ്പിലേക്ക് എത്തി. ഏതായാലും എത്തിയ സ്ഥിതിക്ക് പൂരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓർഡറാക്കിയിട്ടുണ്ടായിട്ടില്ല, കരീം ചാരയിൽ നിന്നാണ് വാങ്ങിയിട്ട് കഴിച്ചു നോക്കിയത്. ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് അതിൽ സവോളയും പിക്കിളും ചനാ മസാലയൊക്കെ കൂട്ടി കഴിച്ചു നോക്കി. സംഭവം ഒരു 1.5 ടേസ്റ്റ് ആയിരുന്നു. പൂരി വേണ്ടെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ഇട്ടിരുന്ന ഞാൻ ആ ടേസ്റ്റിന് മുമ്പിൽ ആകെ ഒന്ന് വീണുപോയി. സംഭവം നിങ്ങൾ ഇവിടെ വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, അടിപൊളി സാധനമാണ്. അവിടുന്ന് പൂരിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയത് ജ്യൂസി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ്. അവിടുന്ന് ഒരു നല്ല ചൂട് കോഫിയും ഓർഡറാക്കി ആ കോഫിയും കുടിച്ച് വീണ്ടും പർച്ചേസിലേക്ക്. ഷോപ്പിലേക്ക് ആവശ്യമുള്ളതും അതേപോലെ നമുക്ക് ആവശ്യമുള്ളതും കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ പർച്ചേസും അതേപോലെ തന്നെ പല ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് സമയം പോയത് തീരെ അറിഞ്ഞില്ല. അങ്ങനെ മംഗലാപുരം സിറ്റി മാർക്കറ്റിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നേരെ വിട്ട് നാട്ടിലേക്ക്. അവിടുന്ന് പോകുമ്പോഴാണ് ഗോൾഡൻ ബേക്കറിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഐഡിയ തോന്നിയത്. അവിടുത്തെ ഫുഡും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാട്ടിലേക്ക് വിട്ടു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.